പനീർ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിപ്പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിപ്പൊടി ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ ടിക്ക മസാല പൗഡർ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണത്. പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ തീരെ പുളിയില്ലാത്ത തൈരും കുറച്ച് നാരങ്ങാ നീരും ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മീനിനൊക്കെ മസാല മിക്സ് ചെയ്യണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ കുരുമുളക് പൊടി ഇടാൻ മറന്നിരുന്നു, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനിതാ പനീറൊന്ന് ചെറുതാക്കിയിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 650 ഗ്രാം പനീറാണ്, അതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് മസാല നേരെ മീനിനൊക്കെ മസാല തേച്ച് പിടിപ്പിക്കുന്നത് പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം ഞാനിതെല്ലാം മസാലയൊക്കെ നേരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വറക്കാനുള്ളത് ഞാനിത് അവിടെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാനൊരു ഡബ്ബയിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ ഇനി ചില്ലറിൽ വെച്ചിട്ട് സൂക്ഷിക്കാമെന്ന്, ഡെയിലി എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മസാല പുരട്ടി വെച്ചത് പനീറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയ്ക്ക് ആയാൽ മതി. ഇത് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.